PV അൻവർ വളരെ വിപ്ലവ നേതാവായും വിപ്ലവ സഖാവായും എല്ലാം ഇപ്പോൾ ഇവിടെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ട്രോളും വാങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മതരാഷ്ട്രീയ ഉഡായിപ്പ് വിപ്ലവമാണ് അൻവർ നടത്തുന്നത് എന്ന് വിവാദ പ്രസ്താവനകൾ നടത്തുന്ന നടൻ വിനായകൻ പറഞ്ഞിട്ടുണ്ട്. ധന്യ കണ്ടിരുന്നു അതിനെക്കുറിച്ച്? ആ ഒരു അഭിപ്രായത്തെക്കുറിച്ച് ധന്യയ്ക്ക് എന്ത് തോന്നുന്നു? മതരാഷ്ട്രീയ ഉഡായിപ്പ് വിപ്ലവം ശരിക്കും പറഞ്ഞാൽ നമ്മളതൊന്ന് ഇരുത്തി ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്താ അറിയാമോ, ഇപ്പൊ PV അൻവറിന്റെ പിന്നിൽ അണിനിരന്ന ആൾക്കാരെ എല്ലാം വെച്ച് നമ്മളൊന്ന് അനാലിസിസ് ചെയ്തു നോക്കിയാൽ ഈ വാക്ക് കറക്റ്റ് ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. PV അൻവർ എന്തെങ്കിലും വെറുതെ വന്ന് ചിലച്ചിട്ട് പോണ ആളല്ല. അബൂക്ക എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ വന്ന് പറഞ്ഞിട്ട് പോകില്ല. ഇപ്പോൾ മതരാഷ്ട്രീയ ഉഡായിപ്പ് വിപ്ലവമാണ് അൻവർ കാണിക്കുന്നത് എന്ന് ഇപ്പോൾ വിനായകൻ കൃത്യമായി തുറന്നടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ ഇസ്ലാമിസ്റ്റുകൾ അൻവറിൻ്റെ പിന്നിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരു പുതിയ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ആരെയൊക്കെ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ അവരെയൊക്കെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു തന്ത്രമാണ് അൻവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തന്ത്രം അദ്ദേഹം വിജയിപ്പിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും മുഖ്യമന്ത്രി ചതിച്ചു എന്ന് മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ച ഒരു MLA ഒറ്റയ്ക്ക് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കളിക്കുമെന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ള അല്ലെങ്കിൽ കേരള സമൂഹത്തെ വീക്ഷിക്കുന്ന ഒരാളും വിശ്വസിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അൻവറിൻ്റെ പിന്നിൽ ചില ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ജയശങ്കർ ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഞാൻ കണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ UAE ഒരു വ്യവസായിയുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യവസായിയാണ്. അദ്ദേഹം ഇനി പുതിയൊരു മുഖ്യമന്ത്രി വരികയോ മുന്നണി വരികയോ ചെയ്താൽ ഇതിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അൻവറിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്നു. ചില രാഷ്ട്രീയ സാമുദായിക നേതാക്കളിലെ ഗുണ്ടകൾ എന്ന് പറയുന്ന ചിലർ അൻവറിൻ്റെ പിന്നിലുണ്ട്. അവരെ വെച്ചിട്ടാണ് അൻവർ കളിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അൻവറിനെ നമ്പരുത്, അത് ഉഡായിപ്പാണ് എന്നാണ് വിനായകൻ പറഞ്ഞു വെക്കുന്നത്. വിനായകൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: യുവതിയുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത്. ശ്രീമാൻ PV അൻവർ പാവപ്പെട്ട ജനസമൂഹത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് താങ്കളുടെ മതരാഷ്ട്രീയ ഉഡായിപ്പ് വിപ്ലവം വിജയിപ്പിക്കാമെന്ന വ്യാമോഹം മാത്രമാണത്. ഒന്നുകൂടെ അൻവറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: യുവതിയുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത്. ശ്രീമാൻ PV അൻവർ പാവപ്പെട്ട ജനസമൂഹത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് താങ്കളുടെ മതരാഷ്ട്രീയ ഉഡായിപ്പ് വിപ്ലവം വിജയിപ്പിക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. ബാക്കി പ്രീത ചേച്ചി വായിക്കുമല്ലോ? വായിക്കാം. പൊതുജനം അത്രയ്ക്ക് ബോധമില്ലാത്തവരല്ല. കുയിലിയെയും കർത്താർ സിംഗ് സാരഭയെയും മാതങ്കിനി ഹാജ്രയെയും ഖുദിറാം ബോസിനെയും അബൂബക്കറെയും മഠത്തിൽ അപ്പുവിനെയും കുഞ്ഞമ്പു നായരെയും ചിരുകണ്ഠനെയും നിങ്ങളുടെ അനുയായികൾ മറന്നു കഴിഞ്ഞു. പിന്നെയല്ലേ പുത്തൻ വീട്. മിസ്റ്റർ PV അൻവർ, താങ്കളുടെ മതരാഷ്ട്രീയ ഉഡായിപ്പ് വിപ്ലവം നിർത്തിപ്പോകൂ. യുവതിയുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയത്തിലേക്ക് പറന്നു പോകൂ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. അതാ ഞാനതൊന്ന് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്, അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അതെ, വിനായകൻ പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത്രയും കാര്യങ്ങൾ PV അൻവർ എന്ന് പറയുന്ന നിലമ്പൂരിലെ MLAക്ക് അറിയാമായിരുന്നു എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന MR അജിത് കുമാറിനെ കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെക്കുറിച്ചൊക്കെ ഇത്രയും വിവാദപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാൾ ഒരു ജനപ്രതിനിധിയാണ് ഇത്രയും നാൾ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നത് മുതൽ അദ്ദേഹത്തിനെതിരെ പിണറായി വിജയനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ PV അൻവർ മൂടി വെച്ചു? അതിനൊരു വാക്കേ ഉള്ളൂ, ഓരോന്നിനും അതിൻ്റെതായ സമയമില്ലേ ദാസ, അത്രേ ഉള്ളൂ. ശരിയാണ്. പക്ഷേ ധന്യ കുറച്ചു മുന്നേ പറഞ്ഞു പുതിയൊരു പാർട്ടി രൂപീകരിക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണോ എന്ന് ധന്യ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ DNA കുറിച്ച് മുൻപ് പരാമർശിച്ചതിനെല്ലാം ഇപ്പോൾ മയപ്പെടുത്തി രാഹുൽ ഗാന്ധിയെയും രാജീവ് ഗാന്ധിയുടെ പഴയ കഥകളൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാരുടെ ആ ചേരിയിലേക്കൊരു ചായ്വ് നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ ലയിക്കാനാണോ അതേ പുതിയ
പാർട്ടി രൂപീകരിച്ച് ആ ഒരു സഖ്യകക്ഷിയായ UDF-ന്റെ കൂടെ നിൽക്കാനായിരിക്കുമോ? തനിക്ക് എന്ത് തോന്നുന്നു? ഏത് രീതിയിൽ തഴമ്പ് കിടക്കുന്നത് കൊണ്ട്, കോൺഗ്രസിന്റെ ഒരു തഴമ്പ് PV അൻവർ എന്ന് പറയുന്ന നിലമ്പൂർ MLA-യുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും നേരിട്ട് ഇപ്പൊ ഭാവി പ്രധാനമന്ത്രി എന്നാണ് എന്തൊക്കെ നമ്മൾ കളിയാക്കിയാലും രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള കഴിവുണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാൻ, അതെ, ഭാവി പ്രധാനമന്ത്രി ആകാൻ ഒരു കഴിവ് രാഹുൽ ഗാന്ധിക്കുണ്ട്. ഇനി അഥവാ അടുത്ത തവണ BJP സർക്കാർ അല്ല അധികാരത്തിൽ വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ആയിരിക്കണം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ്സുകാർ നിയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയോടാണ് PV അൻവർ എന്ന് പറയുന്ന MLA ചോദിച്ചത് രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് ചെയ്യണമെന്ന്. അവിടെ ഞാൻ വേറൊന്ന് കൂട്ടിച്ചേർക്കട്ടെ. അത് ഇന്ത്യ മുന്നണി എന്നതിൽ ഈ നമ്മുടെ കേരളത്തിലെ LDF-ഉം UDF-എല്ലാം ഒരു കുടയ്ക്ക് കീഴിൽ അണിനിരുന്ന സമയത്താണ് PV അൻവർ ഇത്തരമൊരു പരാമർശം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്നത് ആണല്ലോ. അപ്പോൾ അവർ ഇന്ത്യ മുന്നണിയിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാ. അന്ന് PV അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞപ്പോൾ ഈ മുഖ്യമന്ത്രി PV അൻവർ ഇപ്പോൾ ആർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടോ ആ മുഖ്യമന്ത്രി പിണറായി വിജയനും അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലിച്ചത്. പിണറായി വിജയന്റെ മൗനത്തെ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്ന് തന്നെ പറയാം, അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാം. അപ്പൊ അന്ന് മുഖ്യമന്ത്രി മിണ്ടാതിരുന്നത് പോട്ടെ, കൈയടിക്കണ്ട, മൗനം പാലിച്ചത് ഈ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ? തീർച്ചയായിട്ടും. കാരണം PV അൻവർ ഇപ്പോൾ RSS-ഉമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇത്രയും അതിരൂക്ഷമായി വിമർശിക്കുന്നു എങ്കിൽ ഏറ്റവും കൂടുതൽ PV അൻവർ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്ക് RSS-ഉമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം മുന്നിൽ നിർത്തുമ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും, എന്ത് മോശമായ രീതിയിൽ പറഞ്ഞാലും അത് സന്തോഷം കിട്ടുന്നത് BJP-ക്കും RSS-നുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സന്തോഷം കിട്ടാനായിരിക്കാം ചിലപ്പോൾ അന്ന് PV അൻവർ അത്തരത്തിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കേട്ടിട്ട് മിണ്ടാതിരുന്നത്. മാത്രമല്ല ഇപ്പോൾ നേരിട്ട് ചേച്ചി ചോദിച്ചതുപോലെ നേരിട്ട് ചെന്ന് എന്തായാലും UDF-ലേക്ക് ലയിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ ഈ കാരാട്ട് റസാഖും KT ജലീലും പിന്നെ സ്വതന്ത്രരായി നിൽക്കുന്ന MLA-മാരും അല്ലെങ്കിൽ CPM-കാരും ഒക്കെ ചേർന്നുകൊണ്ട് പുതിയ പാർട്ടി രൂപീകരിച്ച് ഘടകകക്ഷിയായോ സഖ്യകക്ഷിയായോ LDF-ലേക്ക് ചേക്കേറാനുള്ള ഒരു തന്ത്രം PV അൻവർ മെനയുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് PV അൻവർ എന്ന നിലമ്പൂർ MLA മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചത്. പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ, പിണറായി വിജയന്റെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മകളെക്കുറിച്ച്, മന്ത്രി റിയാസിനെ കുറിച്ച് ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു സ്വർണ്ണക്കടത്തുകാരൻ്റെ വീട്ടിൽ മാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ട് PV അൻവർ വൈകിട്ട് പോയിരുന്നു. ഉണ്ണി എന്ന് പറയുന്ന ഒരു തട്ടാനെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കോടിയുടെ വീടാണ് ഇത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്രയോ കോടി, സെന്റിന് 30 ലക്ഷം 35 ലക്ഷം രൂപ വിലയുള്ള വസ്തുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എല്ലാ രേഖകളും വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല PV അൻവറിനെ നമുക്ക് വിമർശിക്കാം. അദ്ദേഹം ഇപ്പോൾ തുറന്നടിച്ച് എന്തിനാണെന്നൊക്കെ നമുക്ക് തന്നെ ചോദിക്കാം. പക്ഷേ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന ആളല്ല PV അൻവർ. കൃത്യമായ തെളിവുകൾ. അതിന് എനിക്കത് മനസ്സിലായത് ഇന്നലെ രാവിലെ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രസ് കോൺഫറൻസിൽ എല്ലാ മാധ്യമങ്ങളും കൂടെ പ്രവർത്തകരിരിക്കുമ്പോൾ അദ്ദേഹത്തോട് എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് RSS-ഉമായുള്ള ബന്ധം, അതിനെക്കുറിച്ച് പച്ചയ്ക്ക് പറയാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ PV അൻവർ പറയുന്നുണ്ട്, എൻ്റെ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ തരാൻ തെളിവില്ല. അപ്പൊ ഈ പറയുന്നത് വ്യക്തമായി പറയുന്നതിനെല്ലാം അദ്ദേഹത്തിന് തെളിവുകളുണ്ടെന്നാണ്. അതാണ് പച്ചയ്ക്ക് എനിക്കത് പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് തെളിവ് ചോദിക്കും. ആ തെളിവ് എനിക്ക് തരാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തെളിവുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നത് കൊണ്ടാണ് CPM ഭയപ്പെടുന്നില്ല എന്ന് പ്രതിനിധി തോന്നുന്നുണ്ടോ? PV അൻവറിന്റെ ഈ തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ, ഈ വിവാദങ്ങളിൽ മുഖ്യമന്ത്രി ഭയപ്പെടുന്നില്ല, ഗോവിന്ദൻ മാസ്റ്റർ ഭയപ്പെടുന്നില്ല, അല്ലെങ്കിൽ P ജയരാജൻ ഭയപ്പെടുന്നില്ല തോന്നുന്നുണ്ടോ? അങ്ങനെ ഇല്ലില്ല, അവരെല്ലാം ഭയപ്പെട്ട് ഇപ്പോഴൊന്നല്ല, ഈ തിരിച്ചടി തുടങ്ങിയപ്പോൾ മുതൽ ഈ CPM-ഉം മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഭയപ്പാടിൽ തന്നെയാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കും, എന്തൊക്കെയാണ് ഇനി പുറത്തു വരാൻ പോകുന്നത്, ഈ പഹയൻ ഇനി എന്തൊക്കെയാണ് തെളിവുകൾ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള അവർക്കും ധാരണ കാണുമല്ലോ. ഈ PV അൻവറിന് എന്തെല്ലാം അറിയാമായിരിക്കുമെന്നതിനെക്കുറിച്ച് അവർക്കും വ്യക്തമായ ധാരണയുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ഭയപ്പെട്ടു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും PV അൻവറിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നവർ ആരായാലും അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം ഈ സർക്കാരിനെ
അൻവറിനെ വലിച്ച് താഴെ ഇടാനുള്ളതാണോ എന്നുള്ളതാണ് നമ്മൾ ഇനി. കാരണം ഇസ്ലാമിസ്റ്റുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അവർ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോ ഇന്ത്യയെ തന്നെ 2047 കൂടി മുസ്ലിം രാഷ്ട്രമാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു PV അൻവറെ മുന്നിൽ നിർത്തി ഇവർ പിന്നിൽ നിന്ന് കളിക്കുന്നതാണോ എന്ന് കൂടി നമ്മൾ സംശയിക്കുന്നത്. ഇതിൽ നമുക്ക് രണ്ട് സാധ്യതകളാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പൊ ഈ വിനായകൻ പറഞ്ഞ പോയിന്റ് വെച്ച് മത രാഷ്ട്രീയ ഉഡായിപ്പ് വിപ്ലവം എന്നാണ്. ഈ രണ്ടായിട്ട് ഭാഗിക്കാം, മതം രാഷ്ട്രീയം രണ്ടിൻ്റെയും കൂടെ ചേർന്ന ഒരു ഉഡായിപ്പ് വിപ്ലവം. ഈ മതം എന്ന് പറയുമ്പോൾ ഇപ്പൊ PV അൻവറിനോട് ഇപ്പം ധന്യ പറഞ്ഞതുപോലെ ഈ ഒരു ഇസ്ലാമിക പരമായിട്ടുള്ള ഒരു സപ്പോർട്ട് അവരുടെ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉഡായിപ്പ് ഉണ്ടാവും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ വിഭാഗീയതയുടെ CPM വിഭാഗീയതയുടെ കൂടെ ഇടപെടൽ ഇതിനകത്തുണ്ടായിരിക്കുമ്പോൾ ആദ്യം പലരുടെയും പേരുകൾ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വം, അത് CPMകാർ പോലും സമ്മതിച്ച കാര്യമാണ്. ഒരു പിണറായിസം വ്യക്തിയല്ല പ്രസ്ഥാനമാണ് വലുത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ രീതികൾ തന്നെ പ്രസ്ഥാനത്തിനുപരി വ്യക്തിക്ക് പ്രഭാവമുണ്ടാക്കുന്ന രീതിയിലായപ്പോൾ തന്നെ ഈ CPMകാർ തന്നെ അതിനെതിരെ അണിചേരുന്ന ഒരു സ്ലീപ്പർ സെൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു അണിചേരൽ CPMൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ CPMലെ ഈ പലരെയും സംശയിച്ചായിരുന്നു, അവരാണോ ഇവരാണോ, P ജയരാജൻ ആൾക്കാരാണോ അവരാണോ ഇവരാണോ എന്ന് എല്ലാവരും സംശയിച്ചായിരുന്നു. പക്ഷെ അതിലപ്പുറം അവരെല്ലാം ഇപ്പോൾ PV അൻവറിനെതിരായി ഈ ചേരിയിൽ നിൽപ്പുണ്ട്. CPMൽ ശക്തരായി ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഉള്ള ഒരു ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതല്ലാതെ ഈ ആരോപിക്കപ്പെടാത്ത മറ്റാരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യവും ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇസ്ലാമിക ശക്തികളാണോ, CPMലെ തിരുത്തൽവാദികളാണോ, തിരുത്തൽവാദികൾ എന്ന വാക്കാണല്ലോ അവരെ ഉപയോഗിക്കുന്നത്, ആണോ, പിണറായി വിരുദ്ധരാണോ ഇതിന്റെ പിന്നിലെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. 2016 VS-നെ മാത്രം കാണിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. ആ സർക്കാരാണ് പറയുന്നത് വ്യക്തിയല്ല പാർട്ടിയാണ് പ്രധാനമെന്ന്. VS അച്യുതാനന്ദൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടാണ് കേരളത്തിൽ മുഴുവൻ സീറ്റ് പിടിച്ചെടുത്ത ഇടതുപക്ഷം. ആ VS-നെ പിന്നീട് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞത് നമ്മൾ കണ്ടു. ഈ കാലം ചിലതൊന്നും മറക്കാലം കാത്തുവെച്ച കാലം ചിലതൊന്നും ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നാലും പറയുന്നത് തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു വാങ്ങിയതാണ്. വടി കൊടുത്ത് അൻവർ എന്ന വടിയെ കയ്യിൽ കൊടുത്തിട്ട് അടി വാങ്ങിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ്.